ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ എക്സാമിനേഷനിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ച മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ കൂടെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം പബ്ലിക് എക്സാമിനേഷന് ഇത്തരത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള പാറ്റേണിലുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. സോ എല്ലാ +2 വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. 2025 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. Question number 1. Let A equal to matrix 2 minus 2 minus 4 minus 1 3 4 1 minus 2 minus 3. First part, find A plus A transpose and A minus A transpose. Direct question. A എന്ന മെട്രിക്സ് എഴുതുക, then A transpose. A dash എന്നും ഡിനോട്ട് ചെയ്യാം, A raised to T എന്നും ഡിനോട്ട് ചെയ്യാം. എന്താണ് A transpose എഴുതുന്ന മെത്തേഡ്? കോളം റോ ആക്കി എഴുതുക. കോളവും റോയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് A transpose. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ കുത്തനെ ഇരിക്കുന്നത് ചരിച്ചെഴുതുക. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. 2 minus 1 1 അതല്ലേ ഫസ്റ്റ് റോ. സെക്കൻഡ് കോളം -2 3 -2 അതാണ് സെക്കൻഡ് റോ. തേർഡ് കോളം -4 4 -3 അതാണ് തേർഡ് റോ. കോളത്തെ റോ ആക്കി ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A transpose. Now A plus A transpose. ഈ മെട്രിക്സും ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. ഹിയർ 2 ഹിയർ 2 ആഡ് ചെയ്താൽ 4. -2 -1 ആഡ് ചെയ്താൽ -3. -4 1 ആഡ് ചെയ്താൽ -3. -1 -2 ആഡ് ചെയ്താൽ -3. സിമിലർലി ആഡ് ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് കിട്ടും. Now A minus A transpose. ഈ മെട്രിക്സും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 2 minus 2 0. -2 minus -1 അപ്പൊ -2 plus 1 that is -1. -4 -1 that is -5. സിമിലർലി കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് കിട്ടും. സെക്കൻഡ് പാർട്ട് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. തേർഡ് പാർട്ട്, എക്സ്പ്രസ് A as sum of symmetric and skew symmetric matrices. അതിനുവേണ്ടി ലെറ്റ് P equal to half into A plus A transpose എന്ന് അസ്യൂം ചെയ്യുക. which is equal to half into A plus A transpose നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അത് എഴുതുക. ക്ലിയർലി ദിസ് മെട്രിക്സ് ഈസ് സിമെട്രിക്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും സെയിം അല്ലേ? നോക്കിക്കോ. അതുപോലെ ഇവിടത്തെ 6 2 അത് തന്നെയാണ് താഴെയും വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതെന്താണ്? സിമെട്രിക്. അങ്ങനെയൊന്നും നോക്കണ്ട, ക്ലിയർലി P സിമെട്രിക് എന്ന് എഴുതുക. കാരണം അങ്ങനെ വരത്തുള്ളൂ. വേണമെങ്കിൽ റീസൺ എഴുതാം. സിൻസ് P ട്രാൻസ്പോസ് ഈക്വൽ ടു P. അത് നിർബന്ധമുള്ള കാര്യമല്ല. ലെറ്റ് Q ഈക്വൽ ടു നെക്സ്റ്റ് എന്താണ്? ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ്. അപ്പൊ ഹാഫ് ഇൻറ്റു അതും ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, കൊടുക്കുക. ക്ലിയർലി മെയിൻ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? 0. അടുത്ത് ഇവിടെ വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈനല്ലേ ഈ കോളത്തിൽ വന്നേ. സോ അത് സ്ക്യൂ സിമെട്രിക് ആണ്. നോക്കണ്ട, ക്ലിയർലി Q ഈസ് Q സിമെട്രിക് എന്ന് എഴുതുക. സിൻസ് Q ട്രാൻസ്പോസ് ഈക്വൽ ടു -Q അതാണ് റീസൺ. Now P plus Q. ഈ മെട്രിക്സും ആഡ് ചെയ്യുക. 1/2 1/2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. ദെൻ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? A എന്ന മെട്രിക്സ് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റ്. അപ്പോൾ തെറ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ നോക്കി അത് കറക്റ്റ് ചെയ്ത് A ആക്കി എഴുതുക. അപ്പോൾ നമ്മുടെ എന്താണ്? A എന്ന മെട്രിക്സിനെ സം ഓഫ് 2 മെട്രിക്സ് ആക്കി എഴുതാം. P plus Q where P is symmetric and Q is എന്താണ്? സ്ക്യൂ സിമെട്രിക്. ഓക്കെ, സാധാരണ 4 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇവിടെ 3 മാർക്സിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അവിടെ മുതൽ തന്നെ ഡിഫിക്കൽറ്റി ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 2 3 1 1 4 2. നിങ്ങൾക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ്. ഫസ്റ്റ് കോളത്തിൽ x1 x2 x3. സെക്കൻഡ് കോളം y1 y2 y3. തേർഡ് കോളം 1 1 1 ഈക്വൽ ടു 1/2 ഡിറ്റർമിനന്റ്. തന്നിട്ടുള്ള വെർട്ടിസസിന്റെ എക്സ് കോർഡിനേറ്റ് ഫസ്റ്റ് കോളത്തിൽ എഴുതുക. ആദ്യം ഇരിക്കുന്ന എലമെന്റ്സ് ഫസ്റ്റ് കോളത്തിൽ, രണ്ടാമതിരിക്കുന്ന എലമെന്റ്സ് രണ്ടാമത്തെ കോളത്തിൽ, ഈ 1 1 1 തേർഡ് കോളത്തിൽ. എന്നിട്ട് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഡിറ്റർമിനന്റിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് എലമെന്റ് 2 ഇൻറ്റു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഉൾപ്പെടുന്ന കോളം ഹൈഡ് ചെയ്യുക, റോ ഹൈഡ് ചെയ്യുക.
ഇത് ഡിറ്റർമിനന്റ് ആയിട്ട് കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് ഓഫ് 2/2 മെട്രിക്സ് അറിയാലോ, 1 - 2, 1 × 1 1 മൈനസ് 2 × 1 2, 1 - 2 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ഇവിടെ 3 ആണ്, അത് -3 എന്ന് എഴുതുക. ദെൻ റോ കളയുക, കോളം കളയുക. അപ്പോൾ 1 - 4 എന്ന് വരും. തേർഡ് എലമെന്റ് അതുപോലെ +1 ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ റോ കളയുക, കോളം കളയുക. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് 2 - 4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും, 1 - 2 -1 -1 × 2 -2 ഇവിടെ -3 -3 × -3 +9 ഇവിടെ -2 × 1 -2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ തെറ്റിക്കാതിരുന്നാൽ കിട്ടി, മാർക്ക് 3. Next, if f of x is continuous at x equal to a, then limit extending to a f of x is dash. Limit extending to a f of x equal to f of a ആണെങ്കിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. സോ ആൻസർ എന്താണ്, f of a എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് k if this function is continuous. This function is continuous everywhere എന്ന് പറഞ്ഞാൽ this function is continuous at x equal to 4 also. സോ ഈ ഫംഗ്ഷൻ 4 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 4ന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 - f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 + f of x. ഇനി ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 x ലെസ് ദാൻ 4, 4 - മീൻസ് 4-നേക്കാളും ചെറുത്. x ലെസ് ദാൻ 4 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്, ലെസ് ദാൻ 4 വരുമ്പോൾ kx + 1 കൊടുത്തു ഈക്വൽ ടു ഇവിടെ റൈറ്റ് ലിമിറ്റ് മീൻസ് 4 x-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 4, x ടെൻഡിങ് ടു 4 + മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 f of x എന്ത് കൊടുക്കണം, x ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ എന്താണ്, x² + 5. ഇനി x-ന് 4 കൊടുത്താൽ ഇവിടെ 4k + 1 ഈക്വൽ ടു ഇവിടെ 4 കൊടുത്താൽ 16 + 5 21, 4k = 20, k = 20/4 that is equal to 5 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Radius of a circle is increasing uniformly at the rate of 3 cm/second. Find the rate at which area of the circle is increasing when the radius is 10 cm. അപ്പോൾ റേഡിയസ് r എന്നും ഏരിയ ക്യാപിറ്റൽ A എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റ് r be the radius and A is the area of the circle. Then റേഡിയസിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് dr/dt വിത്ത് റെസ്പെക്ട് ടു ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 cm/second. റേഡിയസ് 10, r = 10 ആകുമ്പോൾ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കാണേണ്ടത്. ഏരിയ ഓഫ് സർക്കിൾ കാണുന്ന ഫോർമുല πr². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t, എയുടെ ഡെറിവേറ്റീവ് dA/dt ഈക്വൽ ടു π കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. r² ഡെറിവേറ്റീവ് x²ൻ്റെത് 2x, അപ്പോൾ r²ൻ്റെത് 2r ഇൻറ്റു ഇവിടെ r ആണ് വിത്ത് റെസ്പെക്ട് ടു t ആണ്, അതുകൊണ്ട് ഇൻറ്റു dr/dt കൊടുക്കുക. എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് റീപ്ലേസ് ചെയ്യുമ്പോൾ 60 π cm²/s എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Find integral x² + e raised to x dx. x raised to n എന്താണ് ഇന്റഗ്രൽ, x raised to n + 1 / n + 1. അപ്പോൾ x² എന്തായിരിക്കും, x³ / 3 പവർ ഒന്ന് കൂട്ടുക, അതേ പവർ ഡിവൈഡ് ചെയ്യുക, പ്ലസ് e raised to x ന്റെ ഇന്റഗ്രൽ e raised to x. നെക്സ്റ്റ് ഇന്റഗ്രൽ log x 1/x എന്ന് എഴുതിക്കളരുത്, അത് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ log x ന്റെ ഇന്റഗ്രൽ ബൈ പാർട്സ് റൂൾ യൂസ് ചെയ്യണം. log x നെ എങ്ങനെ എഴുതണം, ഇന്റഗ്രൽ log x × 1. ഇപ്പൊ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ എന്താണ് പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതാണ് 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ 1 dx. log x അതുപോലെ 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x ദാറ്റ് ഈസ് x മൈനസ് ഇവിടെ 1ന്റെ ഇന്റഗ്രൽ എന്ത് കിട്ടും, x ക്യാൻസൽ ചെയ്താൽ 1. ഇന്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Find integral 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. സിമിലർ ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചത്. ലെറ്റ് i ഈക്വൽ ടു ഗിവൺ ഇന്റഗ്രൽ എഴുതുക, ഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുക. എന്നിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഇന്റഗ്രൽ 0 to a f of x ആണെങ്കിൽ 0 to a f of a - x അപ്പർ ലിമിറ്റ് -x എന്ന് ഇവിടെ x-നെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തെഴുതാം, ഇന്റഗ്രൽ 0 to π/2 sin raised to 4 x-ന്റെ പ്ലേസിൽ π/2 - x, അതുപോലെ ഇവിടെ x-ന്റെ പ്ലേസിൽ π/2 - x, ഇവിടെയും π/2 - x പടം വരയ്ക്കുന്നത് പോലെ എഴുതാം. നെക്സ്റ്റ് sin 90 - θ cos θ, അപ്പൊ ഇവിടെ എന്ത് വരും, cos raised to 4x, താഴെ എന്ത് വരും, cos raised to 4x,
cos 90 മൈനസ് തീറ്റ sin x. അപ്പൊ sin raised to 4x. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. i പ്ലസ് ഐ എന്ത് കിട്ടി? 2i ഈക്വൽ ടു ഇവിടെയും കോമൺ ആയിട്ട് ഇന്റഗ്രൽ അതുപോലെ എഴുതുക. ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ? sin raised to 4x പ്ലസ് cos raised to 4x. ഇവിടെയും അതേ സാധനം, അത് അതുപോലെ എഴുതി ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഇത് പ്ലസ് ഇത്. ഇപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരേ സംഗതി, ക്യാൻസൽ ചെയ്താൽ ഇന്റഗ്രൽ 1 dx, 1ന്റെ ഇന്റഗ്രൽ x. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to π/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. π/2 മൈനസ് 0. ആൻസർ എന്ത് കിട്ടി? π/2. ഇത് 2i ആണ് π/2. അപ്പൊ i ഈക്വൽ ടു എന്ത് കിട്ടും? π/4 അല്ലെ? അപ്പോൾ i ആണ് നമുക്ക് കണ്ടെത്തേണ്ട ഡെഫിനിറ്റ് ഇന്റഗ്രൽ. സോ വാല്യൂ എന്താണ്? π/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് x and y if 2 into this matrix plus this matrix equal to this matrix. സിംപ്ലിഫിക്കേഷൻ അറിയാം. 2 into this matrix, ഓരോ എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2, 6, 0, 2x പ്ലസ് ഈ മെട്രിക്സ് അതുപോലെ ഇതും അതുപോലെ. ഈ മെട്രിക്സും ഈ മെട്രിക്സ് ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. 2y ആഡ് ചെയ്ത 2 പ്ലസ് y, 6ഉം 0യും 6, 0യും 1ഉം 1, 2xും 2 ആഡ് ചെയ്ത 2x പ്ലസ് 2 ഈക്വൽ ടു റൈറ്റ് സൈഡ് ഉള്ളത് അതുപോലെ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. 2 പ്ലസ് y ഈക്വൽ ടു 5, y ഈക്വൽ ടു 3. Similarly 2x plus 2 equal to 8. അപ്പൊ 2x equal to എന്ത് കിട്ടും? 2x equal to 6, x is equal to എന്താണ്? 3. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. 8 ക്വസ്റ്റ്യനും ഇവിടെ സിമ്പിൾ തന്നെയാണ്, യാതൊരു പ്രശ്നവും ഇല്ല. ഫൈൻഡ് x and y, അത് നമ്മൾ 7th ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 8. If a and b are independent events, then probability of a given b equal to dash. എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇനി എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. താഴെ പി ഓഫ് ബിയും ഈ പി ഓഫ് ബിയും ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്താണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. 2/7 പ്ലസ് 5/7 മൈനസ് 6/7. 5 2 7, 7 4 കുറച്ചാൽ 1, 1/7 എന്ന് കിട്ടും. Now probability of a given b, കംപ്ലീറ്റ് ഫോർമുലയാണ്, വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. എ ഇന്റർസെക്ഷൻ ബി നമ്മളിപ്പോ കണ്ടെത്തി. 1/7 ബൈ 5/7 ഈക്വൽ ടു 7 7 ക്യാൻസൽ ചെയ്താൽ 1/5 എന്ന് കിട്ടും. 8 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ 8ഉം വളരെ സിമ്പിൾ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലായിരിക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. The relation R in the set 1 2 3 given by R equal to 1 1 2 2 3 3 1 2 2 3 is reflexive ആണോ? ഇത് റിഫ്ലെക്സീവ് ആണല്ലോ, കാരണം ഇവിടെ ഈ സെറ്റിലെ 3 എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ട്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ? 1 2 ഉണ്ട്, തിരിച്ചാരില്ല. 2 1 ഇല്ല, അപ്പൊ സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? അതുമല്ല. ഇത് രണ്ടും അല്ലാത്തതുകൊണ്ട് പിന്നെ ഇക്വലൻസ് ആകത്തില്ലല്ലോ. സോ ക്ലിയർലി ആൻസർ എന്താണ്? റിഫ്ലെക്സീവ്. നെക്സ്റ്റ്, ഗ്രാഫ് തന്നിട്ട് വാല്യൂ കാണുക. എഫ് ഓഫ് 2 x2 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ, എക്സ് ആക്സിൽ 2 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? നേരെ പാത കണ്ടോ? 5. അപ്പൊ എഫ് ഓഫ് 2 5. Now what is f of -2? എക്സിന്റെ വാല്യൂ -2 ആകുമ്പോൾ y വാല്യൂ നേരെ നോക്കടാ, -2 ഇതല്ലേ, അപ്പോഴും ആൻസർ എന്താണ്? 5. എക്സിന്റെ വാല്യൂ -2 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ഇവിടെയാണ്, അതിപ്പോ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 5. അപ്പൊ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5, എഫ് ഓഫ് -2 5. ഇനി ഈ ഫംഗ്ഷൻ 1 1 ആണോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നു. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എഫ് ഓഫ് 2 എന്തായിരുന്നു? 5. എഫ് ഓഫ് -2 5. 5ലേക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് പോകുന്നു. therefore the function is not 1 1. ഏത് രീതിയിൽ വേണോ ആൻസർ എഴുതാം. എഫ് ഓഫ് x is not 1 1 since the elements 2 and -2 has same image. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ചും നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഗ്രാഫൊക്കെ കണ്ട് പലരും പേടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത, യൂസിംഗ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to x² plus 3, x equal to 0 and x equal to 3 and x axis. അല്ലെ, ഏരിയ ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് നിങ്ങൾക്കറിയാം. എന്താണ് ഫോർമുല? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a to b y dx. ഇന്റഗ്രൽ ഇവിടെ എക്സ് വാരീസ് ഫ്രം 0 to 3. അപ്പോൾ a0 b3. y എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x² plus 3. ഇനി സിമ്പിൾ ഇന്റഗ്രേഷൻ, x² ന്റെ ഇന്റഗ്രൽ x raised to 3/3 പ്ലസ് 3 ന്റെ ഇന്റഗ്രൽ 3x.
ബ്രാക്കറ്റ് കൊടുക്കുക, ലിമിറ്റ് 0 to 3. ആദ്യം എക്സിന് 3 കൊടുക്കുക, 3 ക്യൂബ് 27/3 അതാണ് 9 പ്ലസ് 3 into 3 that is 9 മൈനസ് എക്സിന് 0 കൊടുത്താൽ ലോവർ ലിമിറ്റ് മൊത്തം 0. സോ ആൻസർ 18 സ്ക്വയർ യൂണിറ്റ്സ്. 4 മാർക്കിനാണ് ചോദിച്ചത്. സിമ്പിൾ ഇന്റഗ്രേഷൻ പഠിച്ച കുട്ടികൾക്ക് കിട്ടി മാർക്ക് 4. നെക്സ്റ്റ് റൈറ്റ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി, കിട്ടി മാർക്ക് 1. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി അല്ലെങ്കിൽ π/4. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x into √1 - x² equal to 2 into സൈൻ ഇൻവേഴ്സ് x. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, പുട്ട് x equal to sin θ. ഇവിടെ കൊടുത്താൽ 2 sin θ into √1 - sin² θ. 2 sin θ 1 - sin² എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ, √cos സ്ക്വയർ എന്ന് പറഞ്ഞാൽ cos θ. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ sin 2θ എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണെങ്കിൽ എക്സ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് സൈൻ 2θ എന്ന് പറഞ്ഞാൽ 2θ ഈക്വൽ ടു 2 into what is θ? x is equal to sin θ. അപ്പോൾ θ equal to sin inverse x, which is the right hand side we have to prove. Simple one. Next question number 12. Another simple question. A equal to matrix 3 1 minus 1 2. Show that s square minus 5a plus 7i equal to 0. സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? s square. s square എന്ന് പറഞ്ഞാൽ a into a എന്ന മെട്രിക്സ് 2 പ്രാവശ്യം എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ആദ്യത്തെ മെട്രിക്സിലെ റോയും രണ്ടാമത്തെ മെട്രിക്സിലെ കോളവും. 3 into 3 that is 9. അടുത്ത 1 into -1 that is -1. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും 3 into 1 3. അടുത്ത 1 into 2 2. അടുത്ത സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും -1 into 3 -3 താഴെ എഴുതുക, 2 into -1 -2. സിമിലർലി സെക്കൻഡ് റോയും സെക്കൻഡ് കോളും -1 into 1 -1. അടുത്ത 2 into 2 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 5 -5 3. LHS എന്താണ്? s square minus 5a plus 7i. s square നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ച് കൊടുത്തു. മൈനസ് 5 into a, ഈ മെട്രിക്സിനെ ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 15 5 -5 10 പ്ലസ് 7i. i എന്ന് പറഞ്ഞാൽ 1 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 0 0 7 അല്ലേ. 8 -15 -7 -7 പ്ലസ് 7 0 എന്നിട്ട് ഒറ്റയടിക്ക് ചെയ്യാം കേട്ടോ. 5 - 5 0 0 0 കിട്ടിയാൽ 0. അപ്പോൾ എല്ലാം 0 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ലെറ്റ് f of x be a function on R. Graph of its derivative f prime അല്ലെങ്കിൽ f dash x is given below. Find the points of local maxima and local minima of the function f of x. Also find the intervals in which the function f is increasing or എന്താണ് decreasing. നമുക്ക് f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല തന്നിട്ടുള്ളത്, അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് തന്നാൽ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എങ്ങനെ കണ്ടെത്താം എന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തിയറി എക്സാമിനേഷനും അത്തരത്തിലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സയൻസ് വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായി കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെ? 1 ഒരു പോയിന്റാണ്, 2 ഒരു പോയിന്റാണ്, 3 മറ്റൊരു പോയിന്റാണ്. ഈ 3 പോയിന്റിനെയുമാണ് നമ്മൾ ടേണിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ ആകുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മാക്സിമയാണോ ലോക്കൽ മിനിമയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. x equal to a is a point of local maxima if a എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുകയും റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകണം. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്നാൽ ലോക്കൽ മാക്സിമ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു പോയിന്റിന്റെ ലെഫ്റ്റിൽ എന്താണ് പോസിറ്റീവും റൈറ്റിൽ നെഗറ്റീവും. അതിങ്ങനെ ചിന്തിച്ചാൽ മതി. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ എന്താണ് ലോക്കൽ മിനിമ. ഇനി സൈൻ വ്യത്യാസമില്ല.
അല്ലേ, സൈൻ എ നെഗറ്റീവ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ സൈൻ ആണെങ്കിൽ നെയ്തർ മാക്സിമ നോർ മിനിമ. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേസ് 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ചെക്ക് ചെയ്യാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ, നിയറസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. എക്സ് ആക്സിന്റെ താഴോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ്? 1ന്റെ തൊട്ട് നിയറസ്റ്റ് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ് ആക്സിന്റെ എബോവ് പോർഷൻ മേളിലോട്ടാണ്, അപ്പോൾ പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് അല്ലെ, 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്താൽ എന്താണ് കണ്ടീഷൻ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോയാൽ ആ പോയിന്റ് ലോക്കൽ മിനിമ. അപ്പോൾ x=1 എന്ന് പറയുന്നത് ലോക്കൽ മിനിമ. അതുപോലെ 3 എന്ന് പറയുന്ന പോയിന്റിന് ലെഫ്റ്റ് സൈഡ് എന്താണ്? ഡെറിവേറ്റീവ് നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അപ്പൊ 3യും എന്താണ്? ലോക്കൽ മിനിമ. അപ്പൊ x=1, x=3 ആർ ദ ലോക്കൽ മിനിമ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇനി 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലാണെങ്കിൽ അത് ലോക്കൽ മാക്സിമ. ഏതെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി, മറ്റേത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ മാക്സിമ എന്ന് മനസ്സിലാക്കാം. ഇത് ജസ്റ്റ് എഴുതുക. പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. x=1 ആൻഡ് x=3 ആർ ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ എന്താണ്? മിനിമ. 2 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. അത് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിക്രീസിംഗ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ പോസിറ്റീവ് ആകുന്നത് എവിടെയൊക്കെയാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്നത് 1 മുതൽ 2 വരെ ഈ ഇന്റർവെലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എബോവ് എക്സ് ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ 1 മുതൽ 2 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. പിന്നെ എവിടെയാണ്? ഇവിടെ 3 മുതൽ പിന്നെ എന്താണ്? ഇൻഫിനിറ്റി വരെ. അപ്പോൾ 1,2ൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, 3,∞ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്. ആൻസർ എങ്ങനെ എഴുതും? 1,2ൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, 1,2ൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, 3,∞ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ്. ഇനി -∞ മുതൽ അല്ലെ, -∞ മുതൽ 1 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ -∞ മുതൽ 1 വരെ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. അടുത്തത് ഇവിടെ 2 മുതൽ 3 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പൊ 2,3ൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡിക്രീസിംഗ്. 2,3ൽ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിംഗ്. ഇങ്ങനെ ഇന്റർവെൽസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും എഴുതാം. ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? -∞ മുതൽ 1 വരെ ഡിക്രീസ് ചെയ്യാണ്. 1 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇൻക്രീസിംഗിലേക്ക് പോകണം. അപ്പോൾ ഇതെന്താണ്? 1 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആയിരിക്കും. 2 മുതൽ 3 വരെ എന്താണ്? ഡിക്രീസിംഗ് ആണ്. 2 മുതൽ 3 വരെ ഡിക്രീസിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഇൻക്രീസിംഗ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആയിരിക്കും. അപ്പോൾ 1ഉം 3ഉം ലോക്കൽ മിനിമ. 2 എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ മാക്സിമ എന്ന് അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ഓർഡർ, ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ്, അപ്പോൾ ഓർഡർ 3. അതിന്റെ എക്സ്പോണന്റ്, അതിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പൊ ഡിഗ്രി എന്താണ്? 1. അപ്പൊ ഓർഡർ 3 ഡിഗ്രി 1. അടുത്ത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കാണുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതുക. dy/dx = x²/2y. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y × dy = x²dx. ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യുക. വേരിയബിൾ സെപ്പറബിൾ ഫോം ആയാൽ സൊല്യൂഷൻ കാണാൻ ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യുക. 2 മാറ്റി വെച്ചു. y-യുടെ ഇന്റഗ്രൽ y²/2 = x²ൻ്റെത് x³ / 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y² = x³ / 3 + c. ഡെറിവേറ്റീവ്സിൽ നിന്നും ഇന്റഗ്രൽസിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത് പഠിക്കാതെ വിടുന്നത് അബദ്ധമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 15. Find equation of the straight line passing through the point 1, 2, 3 and parallel to the vector 3i + 2j - 2k. വെക്ടർ ഇക്വേഷൻ ആണോ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെന്നോ എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എഴുതാൻ എളുപ്പം വെക്ടർ ഇക്വേഷൻ ആയതുകൊണ്ട് വെക്ടർ ഇക്വേഷൻ എഴുതാം. തന്നിട്ടുള്ള പോയിന്റിന്റെ വെക്ടർ ഫോം വെക്ടർ a = 1i + 2j + എന്താണ്? 3k. പാരലൽ വെക്ടറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? വെക്ടർ b. അപ്പൊ വെക്ടർ എയും വെക്ടർ ബിയും ആദ്യം എടുത്ത് എഴുതുക. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? വെക്ടർ r = f + λb.
വെക്ടർ ആർ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഈ വെക്ടർ അല്ലേ പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറയുന്ന ഈ വെക്ടർ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടി മാർക്ക് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദീസ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ഒന്നാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ A1 B1 C1 എന്ന് എടുക്കുക. ഇത് A2 B2 C2. അപ്പോൾ അത് ആദ്യം എടുത്തെഴുതുക. A1 B1 C1 എഴുതി A2 B2 C2. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രോഡക്റ്റിന്റെ സം 0 എന്ന് പ്രൂവ് ചെയ്യണം. അതായത് A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 കണ്ടെത്തുക. 7 × 1 7 -10 അടുത്ത് +3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0. Therefore the lines are എന്താണ് പെർപെൻഡിക്കുലർ. അടുത്ത ക്വസ്റ്റ്യനും ചെറിയ ഒരു ഡിഫിക്കൽട്ടി ലെവൽ തോന്നാൻ സാധ്യതയുണ്ട്. ബേസ് തിയറമാണ് സാധാരണ ചോദിക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് ഈ ചാപ്റ്ററിന് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ബേസ് തിയറം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ഒപ്പം അതിന്റെ ഒരു പാർട്ട് ചെയ്യാൻ തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കഥ എല്ലാം നിങ്ങൾക്കറിയാം. ആൻഡ് ഏൺ കൂടാ അല്ലെ, ബാഗ് എന്ന് പറയുന്നവരെ ഏൺ എന്ന് തന്നിട്ടുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ബാഗ് 1 contains 4 silver coins and 4 gold coins. Another urn contains 2 silver coins and 6 gold coins. An urn is chosen at random and a coin is drawn from it. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കുക. എന്താണ്, 2 ബോക്സ് ഉണ്ട്, 2 ബോക്സിലും സിൽവറും ഗോൾഡ് കോയിൻസും ഉണ്ട്. ആ എണ്ണമൊക്കെ തന്നിട്ടുണ്ട്. ഈ 2 ബോക്സിൽ ഒരു ബോക്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡ്രോൺ കോയിൻ ഈസ് എ ഗോൾഡ് കോയിൻ. ഇവിടെ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു ഏണായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇവിടെ ഒന്നിൽ കൂടുതൽ ബാഗ്, ഒന്നിൽ കൂടുതൽ ബോക്സ് വന്നാൽ വി ഹാവ് ടു അപ്ലൈ എന്താണ്, തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി. ഒരു കണ്ടീഷൻ കൂടെ വരുമ്പോഴാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്, ബേസ് തിയറം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡ്രോൺ കോയിൻ ഈസ് എ ഗോൾഡ് കോയിൻ. ഇത് ചെയ്യാനും നമ്മൾ ബേസ് തിയറം ചെയ്യുന്നത് പോലെ ഇവന്റ് ചൂസ് ചെയ്യാം. E1 എന്ന് പറയുന്നത് എന്താണ്, ചൂസിങ് ഏൺ 1. E2 എന്ന് പറയുന്ന ഇവന്റ് എന്താണ്, ചൂസിങ് ഏൺ 2. എ എന്ന് പറയുന്നത് നമുക്കൊരു കോയിൻ എടുക്കണം, അതെന്തായിരിക്കണം, ഗോൾഡ് കോയിൻ ആയിരിക്കണം അല്ലെ. അപ്പൊ ഡ്രോൺ കോയിൻ ഈസ് ഗോൾഡ്. ഇനി നമുക്ക് 2 ബാഗാണുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് E1 എന്തായിരിക്കും, 2 ബാഗ് ഉണ്ട് അല്ലെങ്കിൽ ഏൺ ഉണ്ട്, അതിൽ ഒന്നാമത്തെ ഏൺ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, മൊത്തം 2 ഏൺ ഉണ്ട്, അതിൽ ഒന്നാമത്തെ ഒന്നല്ലേ ഉള്ളൂ, സോ 1/2. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് E2 ആൾസോ എന്താണ്, 1/2. നൗ പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ E1, അതായത് ഒന്നാമത്തെ ഏൺ ചൂസ് ചെയ്യുക, അതിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത. എന്താണ് ഇതിന്റെ മീനിങ്, ഒന്നാമത്തെ ബാഗ് ചൂസ് ചെയ്യുക, അതിൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാധ്യത. ഒന്നാമത്തെ ഏണിൽ മൊത്തം എത്ര കോയിൻ ഉണ്ട്, 8, അതാണ് താഴെ. അതിൽ ഗോൾഡ് കോയിൻ എത്രയാണ്, 4 ഗോൾഡ് കോയിൻസ്. അപ്പൊ സാധ്യത 4/8, ദാറ്റ് ഈസ് 1/2. അടുത്ത P ഓഫ് A ഗിവൺ E2, രണ്ടാമത്തെ ഏണിൽ നിന്ന് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തെ ഏണിലും 6 + 2 8 കോയിൻസ്, അതിൽ ഗോൾഡ് എത്ര, 6, സോ സാധ്യത 6/8. Now theorem on total probability, ബേസ് തിയറത്തിന്റെ ഡിനോമിനേറ്റർ, അതാണ് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്നാണ് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ E2 അല്ലെ. ആദ്യം ഒന്നാമത്തെ ബാഗിൽ നിന്ന് എടുക്കുന്ന അസ്യൂം ചെയ്യുക, ഓ അല്ലെങ്കിൽ രണ്ടാമത്തെ ബാഗ്, 2 സാധ്യത ഉൾപ്പെടുത്തണ്ടേ, അതാണ് ടോട്ടൽ പ്രോബബിലിറ്റി. ഒരു ബാഗ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞു, എളുപ്പമായിരുന്നു. ഇപ്പൊ 2 ബാഗ് ഉള്ളതുകൊണ്ടാണ് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇനി വാല്യൂസ് എല്ലാം ഇവിടെ തന്നിരിക്കുകയല്ലേ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും, 5/8. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ജസ്റ്റ് ഗോൾഡ് കോയിൻ എടുക്കുന്നു, അത് ഏത് ഏണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ ആകാം അല്ലെങ്കിൽ രണ്ടാമത്തെ ആകാം, അതുകൊണ്ടാണ് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി ഇവിടെ അപ്ലൈ ചെയ്തത്. അടുത്ത് ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് സെലക്ടഡ് കോയിൻ ഡ്രോൺ ഫ്രം സെക്കൻഡ് ഏൺ, രണ്ടാമത്തെ ഏണിൽ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ബേസ് തിയറമായി കണ്ടീഷൻ വന്നു. അപ്പൊ ബേസ് തിയറം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഗോൾഡ് കോയിൻ എടുക്കണം, അതാണ് കണ്ടീഷൻ. ഇറ്റ് വാസ് ടേക്കൺ ഫ്രം സെക്കൻഡ് ഏൺ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ A, എന്താണ് ബേസ് തിയറം, പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് തലതിരിച്ചിടുക A ഗിവൺ E2 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി, അതങ്ങ് എഴുതുക. എന്നിട്ട് ഇതിന്റെ വാല്യൂസ് കൊടുക്കുക. താഴത്തെ വാല്യൂ നമ്മൾ കണ്ടെത്തി വെച്ചു, 5/8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം, 3/5. ചില കുട്ടികൾക്കെങ്കിലും ആദ്യത്തെ പാർട്ട് കണ്ട് കൺഫ്യൂഷൻ ആയി കാണും. ബേസ് തിയറം തന്നെയാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇവിടെ ചെറിയ ഒരു ഡിഫിക്കൽറ്റി ലെവൽ തോന്നിക്കാണും, എങ്കിലും പഠിച്ച കുട്ടികൾക്ക് 6 ക്വസ്റ്റ്യൻ കണ്ടെത്തുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. എ തന്നിട്ടുണ്ട്, ഫൈൻഡ് അഡ്ജ് എ അല്ലെ. 2/2 മെട്രിക്സ് ആണെങ്കിൽ ഷോർട്ട് കട്ട് എഴുതിയാൽ മതി. ഈ മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, 3 മേളിൽ പോവും, 5 താഴെ വരും. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ. അപ്പോൾ അഡ്ജ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും അല്ലെ, ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 3 മേളിൽ പോയി 5 താഴെ വന്നു. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ, -2 -7.
സെക്കൻഡ് പാർട്ട് എ ഇൻവേഴ്സ് കാണുക. എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് അറിയാലോ, 5 into 3 15 minus 14 that is 1. സോ ഡിറ്റർമിനന്റ് ബൈ 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അഡ്ജ് എ. നെക്സ്റ്റ് ഒരു 2 വേരിയബിൾസ് തന്നിട്ടുള്ള അല്ലെ, 2 അൺനോൺസ് വിത്ത് 2 ഇക്വേഷൻസ്, അതാണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ AX equal to B എന്ന് എഴുതാം. എ എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് 5 2 7 3. എക്സ് എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് XY, ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ് 4 5 എന്ന് എഴുതാം. ഇതെല്ലാവരും പഠിച്ച ക്വസ്റ്റ്യൻ ആവും. തന്നിട്ടുള്ള ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ AX equal to B എന്ന് എഴുതാം. എ എഴുതി, എക്സ് എഴുതി, ബി എഴുതി. ഇനി ഡിറ്റർമിനന്റ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1. ഇനി എക്സ് കാണുന്ന ഫോർമുല A ഇൻവേഴ്സ് ഇൻറ്റു ബി. ക്യാപിറ്റൽ എക്സ് കാണുന്ന ഫോർമുല A ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഓൾറെഡി കണ്ടെത്തി വെച്ചില്ലേ? ഇൻറ്റു ബി. ഈ മെട്രിക്സ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 4 5. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും. 3 into 4 12. അടുത്ത -2 into 5 -10. അതേപോലെ സെക്കൻഡ് റോയും ഈ കോളവും. -7 into 4 -28. 5 into 5 25. സിംപ്ലിഫൈ ബൈ 2 -3. അതായത് x is equal to 2, y is equal to എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഡോട്ട് ബി. ആൾസോ റൈറ്റ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി, ഐരെയും കോഎഫിഷ്യൻ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 4 20. അടുത്ത് ജയരുത് -1, ഇവിടെ 2 -2, ഇവിടെ 3, ഇവിടെ എന്താണ്? -6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18 ഈക്വൽ ടു എന്താണ്? 0. എ ഡോട്ട് ബി 0 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് θ ഈക്വൽ ടു π/2. സെക്കൻഡ് പാർട്ട് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി. Also find area of the parallelogram if they are the adjacent sides. അപ്പോൾ ആദ്യം എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി കാണുന്ന ഫോർമുല ഡിറ്റർമിനന്റ് IJK. എ എന്ന വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് 2 1 3. ശരിയല്ലേ? നോക്കടാ, 2 1 3. തേർഡ് റോയിൽ എന്താ എഴുതണം? 3 5 -2. എന്താണ്? 3 5 -2. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ. I into കോളം കളയുക, റോ കളയുക. 1 into -2 -2 -15. മൈനസ് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന റോ ഹൈഡ് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക. -4 -9 പ്ലസ് കെ ഇൻറ്റു കോളം കളയുക, റോ കളയുക. സോ 10 -3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ക്രോസ് ബി -17i പ്ലസ് 13j പ്ലസ് 7k എന്ന് കിട്ടും. ഏരിയ ഓഫ് ദ പാരലോഗ്രാം കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. That is equal to root of ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 17ന്റെ സ്ക്വയർ 289, 13ന്റെ 169, 7ന്റെ 49. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 507 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. സിമ്പിൾ ഡിഫറൻസിയേഷൻ. y തന്നിട്ടുണ്ട്. ഫൈൻഡ് d²y/dx². അല്ലെ, ബയോളജി സയൻസുകാർക്ക് പാരാമെട്രിക് ഫോമിൽ തന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചു. ഇവിടെ സിമ്പിൾ ഫംഗ്ഷൻ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y ഇതാണെങ്കിൽ dy/dx അറിയാലോ. x³ ഡെറിവേറ്റീവ് 3x². ഇതിൻ്റെത് 4x. ഇത് 0 ആയിപ്പോ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു x റൈസ് ടു n into x റൈസ് ടു n - 1. പവർ ഒന്ന് കുറയ്ക്കുക. സോ 3 into x റൈസ് ടു 2 പ്ലസ് ഇത് 4x. ഈ കിട്ടിയതിനെ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ 3 കോൺസ്റ്റന്റ് മാറ്റി വയ്ക്കുക. x² ഡെറിവേറ്റീവ് 2x. 3 into 2x എന്താണ്? 6x പ്ലസ് 4x ഡെറിവേറ്റീവ് 4. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് y ഈക്വൽ ടു sin x² പ്ലസ് 5. ഫൈൻഡ് dy/dx. കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഈ അകത്തിരിക്കുന്നത് x എന്ന് അസ്യൂം ചെയ്യുക. sin x ഡെറിവേറ്റീവ് cos x. x എന്ന് അസ്യൂം ചെയ്യുന്ന ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. x² പ്ലസ് 5 അതിന്റെ ഡെറിവേറ്റീവ് 2x. അടുത്ത x is equal to a sin theta. a cos theta. y is equal to a sin theta. Find dy/dx. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. dy/dx കാണുന്ന ഫോർമുല dy/dθ by dx/dθ. dy/dθ by dx/dθ. അല്ലേ? x is equal to a cos theta, y is equal to a sin theta ആണ്. അപ്പൊ dy/dθ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? a കോൺസ്റ്റന്റ്, sin theta ഡെറിവേറ്റീവ് cos theta. സോ മേളിൽ എന്ത് വരും? a cos theta. താഴെ എന്താണ്? -a sin theta. എയും എയും ക്യാൻസൽ ചെയ്താൽ cos theta by sin theta എന്ത് കിട്ടി? -cot theta എന്ന ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. മാക്സിമൈസ് z equal to 5x plus 3y subject to these conditions. ആദ്യം കൺസ്ട്രെയിൻ 3x plus 2y equal to 18 എടുക്കുക. എന്നിട്ട് x plus 2y equal to 10 എടുക്കുക.
അത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും അല്ലെ. അത് വരയ്ക്കുന്നതിന് വേണ്ടി രണ്ട് വ്യത്യസ്ത പോയിന്റുകൾ കണ്ടെത്തണം. സോ ആദ്യത്തെ ഇക്വേഷൻ എഴുതി എക്സ് വൈ. എക്സിന് 0 കൊടുത്താൽ 2y = 18, y = 9. അടുത്ത വൈക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും? 3x = 18, x = 6. അതേപോലെ എക്സ് പ്ലസ് 2y = 10. എക്സിന് 0 കൊടുക്കുമ്പോൾ 2y = 10, y 5. അടുത്ത എക്സിന് 0 എന്താണ് വൈക്ക് 0 കൊടുത്താൽ x = 10. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യുക 0,9 x 0 y 9 അല്ലെ. ഇവിടെ പ്ലോട്ട് ചെയ്തു. അടുത്ത 6,0 x 6 y 0 വരയ്ക്കുക. ഇതിന്റെ സൊല്യൂഷൻ ഇതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ 0യുടെ ഭാഗത്തേക്ക് താഴോട്ടാണ്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അതുപോലെ അടുത്തതും പ്ലോട്ട് ചെയ്യുക, അതിന്റെ റീജിയനും താഴോട്ടാണ്. കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് തന്നിട്ടുണ്ട്, അപ്പൊ ഇതാണ് കോമൺ റീജിയൻ. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫീസിബിൾ റീജിയൻ. ABCD ഈസ് ദ ഫീസിബിൾ റീജിയൻ. എ എന്ന കോർണർ പോയിന്റ് 0 0. ആ കോർണർ പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കാണുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5x + 3y. എക്സിന് 0, വൈക്ക് 0, ഇസഡ് 0. സിമിലർലി നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ബി എന്താണ്? എക്സ് വാല്യൂ 6, വൈ വാല്യൂ 0. അപ്പൊ എന്ത് കിട്ടും? 6,0. അപ്പൊ എക്സിന് 6 കൊടുത്താൽ 30. അടുത്തെന്താണ്? ഈ പോയിന്റ് കണ്ടെത്താൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ 4 ആണ്, വൈ വാല്യൂ എന്താണ്? 3 ആണ്. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ തന്നിട്ടുള്ള ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കാണുക. 4,3. എക്സിന് 4, വൈക്ക് 3 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 29 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എക്സ് 0, വൈ 5 ആണ്. വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 15. ഈ കിട്ടിയതിൽ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 30 അറ്റ് ബി, ദാറ്റ് ഈസ് 6,0, വിച്ച് ഈസ് സൊല്യൂഷൻ. ഇത് ഞാനൊന്ന് സ്പീഡിലാണ് പറഞ്ഞത്, കാരണം ഇത് ഡീറ്റെയിൽഡ് ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സിലും ഓൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി കണ്ട് മനസ്സിലാക്കുക, വരച്ച് പഠിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടിന്റെയും ആവശ്യമില്ല. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പബ്ലിക് എക്സാമിനേഷനും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സമാനമായ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷനും ചോദിക്കുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.